ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പുറക്കാൻ പോവാണ് ഈ വഴിയിൽ. അപ്പോൾ നമ്മുടെ ചെക്കിൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇമിഗ്രേഷനിലേക്ക് പോകണം. നമുക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ ചെക്കിൻ ഇമിഗ്രേഷൻ ഇത് രണ്ടും കഴിഞ്ഞു. നിങ്ങളുടെ ഫുഡ് അടിക്കാം. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ എല്ലായിടത്തൊക്കെ വീഴും ഫുഡ് അടിക്കാൻ പോകണേ. ഇനി നമുക്ക് ടെർമിനൽ 3 ടെർമിനൽ 1 പോകേണ്ടത്. അപ്പോൾ നമ്മൾ മെട്രോ, നമ്മുടെ എയർപോർട്ട് മെട്രോ വഴിയാണ് നമ്മൾ ടെർമിനൽ 1 പോകുന്നത്. ടെർമിനൽ 1 അവിടേക്കാണ് പോകുന്നത്, മെട്രോ. ഗൈസ്, അപ്പോൾ നമ്മൾ എയർപോർട്ട് മെട്രോ വഴി നമ്മൾ ഇപ്പോൾ ടെർമിനൽ 1 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ദുബായ് ഡ്യൂട്ടി ഫ്രീയിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ അവിടേക്കാണ് വന്നിട്ടുള്ളത്. ഗൈസ്, നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ലോഞ്ചിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഫാദർ ലോഞ്ചിലേക്ക് പോയപ്പോൾ ഞങ്ങൾ 3 പേരും മെക്ഡൊണാൾഡ്സിലാണ് വന്നത്. നമ്മുടെ ഇവിടെ മീലൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കഴിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതെന്താ സാധനം? ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ബിഗ് മീലും പിന്നെ ഒരു ഹാഷ് ബ്രൗൺസും ജാമും ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഗേറ്റ് ഓപ്പണാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ ആ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നമ്മളിവിടെ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗേറ്റ് നമ്പർ D10 ആണ്. നമ്മുടെ ഗേറ്റ് D10. നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഗേറ്റ് നമ്പർ D10 ഇങ്ങനെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ കാണാൻ. ഇതൊക്കെ ഡ്യൂട്ടി ഫ്രീ കേട്ടോ. പിന്നെ ഇതുപോലെ ചെറിയ കടകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഫുഡിൻ്റെ കടകൾ. ആ സൈഡ് മുഴുവൻ ഡ്യൂട്ടി ഫ്രീയും. ഇപ്പുറത്ത് കണ്ടോ ഇങ്ങനെ അർബൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഫുഡും. ഞങ്ങൾ ഇവിടെ നല്ല ഫുഡ് കഴിച്ചു. ഞങ്ങൾ മേളിൽ കണ്ടോ, അവിടെ ആ ഒരു ഫ്ലോറിൽ നിന്നാണ് കഴിച്ചത്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോർഡിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റൊക്കെ ഉണ്ടോ, കുറേ ആൾക്കാരുണ്ട് ഗൈസ്. അവിടെ എമിറേറ്റ്സ് ഫ്ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാരാണ് ബോർഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ബോർഡായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബോർഡിങ്ങിലേക്ക് പോവാണ്. നമ്മൾ ബോർഡായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറണം. ഞങ്ങളിതാ ബോർഡായിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഗൈസ്, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതിന് ശേഷം ആത്മികയുടെ പരിപാടി ഫ്ലൈറ്റിലിരുന്ന് ഇങ്ങനെ കളർ ചെയ്യായിരുന്നു കേട്ടോ ബുക്കിൽ. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു, ഒരു സീറ്റ് പോലും ഒഴിവുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ വെച്ച് വിശന്നപ്പോൾ ഞങ്ങൾ കപ്പ് നൂഡിൽസ് മേടിച്ചു. അവൾ പറഞ്ഞത് അവൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്നേക്കപ്പാടി ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് കപ്പ് നൂഡിൽസ് മേടിച്ചു എല്ലാവർക്കും. പപ്പ മേടിച്ചില്ല, പപ്പ അവിടെ ഉറക്കത്തില്ല. ഫ്ലൈറ്റിൽ കപ്പ് നൂഡിൽസിൻ്റെ കൂടെ അവർ ഞങ്ങൾക്ക് കുറച്ച് ജ്യൂസും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പ് നൂഡിൽസ് നല്ല ചൂടായിരുന്നു. അത് കാരണം അവർ പറഞ്ഞു ഒരു 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. എന്ന അവസാനം ഞങ്ങൾ 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ മുകളിൽ കാണാനൊക്കെ കുറേ ഗ്രീൻ പീസ് പിന്നെ ചിക്കനൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് അതിൻ്റെ അടിയിലാണ് നമ്മുടെ നൂഡിൽസായിട്ട് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഞാൻ സത്യമായിട്ടും പറയുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ നൂഡിൽസിനും ജ്യൂസിനൊക്കെ. കാരണം ഞാൻ എല്ലാ പ്രാവശ്യം ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഈ നമ്മുടെ കപ്പ് നൂഡിൽസ് മേടിക്കുമെങ്കിലും അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല. പിന്നെ ഞാനത് ബാക്കി വയ്ക്കുകയും ചെയ്യും. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഫുള്ളും കഴിച്ചു കേട്ടോ. ഇത് ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ചെടുത്ത കുറച്ച് വിഷ്വൽസാണ്. ഇത് ഞങ്ങൾ ജനല വഴി എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു. ആ ബ്ലൂ സ്കൈയിൽ ഈ വൈറ്റ് കളർ മേഘങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുന്നത് ഞങ്ങൾ കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്ന ആ ടൈമിൽ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. ആ ഗ്രീനറിയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ മരങ്ങളും ചെടികളും ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ലാൻഡായിട്ടോ. ഞങ്ങളങ്ങനെ UAE-യിൽ നിന്ന് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഡിപ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ കൊച്ചിയിലെത്തി. കൊച്ചി. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അമ്മ വന്നിരിക്കുകയായിരുന്നു ഫ്ലൈറ്റിൽ. പക്ഷെ നമ്മുടെ ലാൻഡ് ആവുന്ന നേരത്തെ നല്ല ഇയർ പെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരഞ്ഞു കേട്ടോ സത്യം പറയുന്നു. പിന്നെ അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പക്ഷെ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും എനിക്ക് ചെവിന്നൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ലൈറ്റായിട്ട് കേൾക്കുന്നില്ല. അപ്പം അമ്മയ്ക്കും അതുപോലെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ വന്ന ഫ്ലൈറ്റ് ഇൻഡിഗോ ആയിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് ഉള്ള ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ലഗേജ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഈ കൊച്ചിൻ എയർപോർട്ടിൽ വന്നിട്ടുള്ള ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാഗേജ് എടുക്കാൻ പോവാം. ഇതാണ് നമ്മുടെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ. ഇതിനുള്ളിൽ ഇതാണ് നമ്മുടെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ. ഇതിനുള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിലവിൽ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീൻ്റെ ആ ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് കടക്കണം. നമ്മുടെ ബാഗേജ് ഉള്ള സ്ഥലത്തേക്ക് പോകണം. കണ്ടോ, ഇവിടെയാണ് നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യണം. നമ്മുടെ പെട്ടി ഇപ്പം അത് കൂടെ ഇങ്ങനെ വരും. അപ്പം നമുക്കത് കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു, കളക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ലഗേജുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് വിടാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കാണ്, പുറത്തേക്ക് അടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ടാക്സി പറഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ടാക്സി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റിൻ്റെ വഴിയിൽ നടക്കാണ്. കണ്ടോ, അതാണ് ഗൈസ് പുറത്ത്. അപ്പോൾ അവർ അവിടെ A9 അവിടെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മുടെ ടാക്സിയിലേക്ക് ഇപ്പോൾ സാധനങ്ങൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുന്ന വഴി കിട്ടിയ കുറച്ച് വിഷ്വൽസാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇന്ത്യയിലാണ്. ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ ഭയങ്കര ടയേർഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ എന്തോരം ടയേർഡാണെന്ന്. അപ്പോൾ ഇനി ഞങ്ങളുടെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.